ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ഇന്നലത്തെ എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസ്. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ലെവൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഓപ്പൺ ചെയ്ത റേഞ്ച്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊരു ഫോൾ വന്ന് നമ്മുടെ ഒരു മൂവിങ് ആവറേജിലൊന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. സൈഡ് വൈസ് റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതൊരു സൈഡ് വൈസ് റേഞ്ചാണ്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു പ്രീവിയസ്, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയ ലേറ്റസ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഒരു സപ്പോർട്ട് ലെവലുണ്ട്. വൺ മിനിറ്റ് ചാർട്ടിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. ബട്ട് വി മിസ് ദാറ്റ് എൻട്രി. ലിക്വിഡിറ്റി പക്ഷേ സീനാണ്. ഇതൊക്കെ സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ കിട്ടി ശേഷം നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തു. ഓർഡർ ബ്ലോക്കിൽ ലിക്വിഡിറ്റി ഇല്ലാത്തൊരു ലെവലായിരുന്നു. അതിൽ ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റും റിസ്ക്. ഓക്കെ, 1 മിനിറ്റിൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ട്രേഡും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആസ് പെർ 5 മിനിറ്റിൽ ഒരു റിസ്കി സോണാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. അതായത് ഇത് പ്രീവിയസ് ഡേ ആണ്. ഈ ഒരു ക്യാൻഡിൽ മുതൽ ഇന്നത്തെ ഡേ ആണ്. ഓക്കെ, സെപ്റ്റംബർ 19th ആണ്. ഇത് സെപ്റ്റംബർ 18th ആണ്. ഓക്കെ, ഇന്ന് ഫ്രൈഡേ കൂടിയാണ്, വീക്കെൻഡ്. അപ്പോൾ ഇവിടെ എന്തായാലും ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇതൊരു റിസ്കി സെറ്റപ്പാണ്. ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ നോക്കി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലോസ് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു അനാലിസിസിൽ ഈ ലാസ്റ്റത്തെ ഇന്നലത്തെ ലാസ്റ്റത്തെ സെഷനും ഇന്നത്തെ ആ ഒരു സെഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ യെസ്, ലെറ്റ്സ് ഫൈൻഡ് വി ഹാവ് എ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഈ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടാപ്പിൽ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഒരു ഏരിയയിലേക്ക് വരാണെങ്കിൽ. ഓക്കെ, അതായത് സ്റ്റോപ്പ് ലോസ് വെച്ച് ഈ ഒരു ലെവലിലേക്ക് ഡയറക്റ്റാണ് 1:6.7 ആ ഒരു റേഞ്ചിൽ നമുക്ക് യെസ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ നമുക്ക് കിട്ടണം. ആ ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് സേഫായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നത്തെ ഓപ്പർച്യൂണിറ്റി വരുന്നത്, ഓക്കെ, ഞാനിവിടെ ഒരു അലേർട്ട് സെറ്റ് ചെയ്യാണ്. ഈ ഒരു സോണിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ നമുക്കൊരു ചാൻസ് കാണുന്നുണ്ട്. അതായത് ഇതൊരു പ്രീവിയസ് സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അതായത് ഈ ഒരു വലിയ മൂവ്മെൻറ്റിന് റീസൺ ആയിട്ടുള്ളൊരു സ്വിങ് ലോയാണ്. പക്ഷെ ഇതൊരു ന്യൂസ് ബേസ്ഡ്
മൂവ്മെന്റ് ആയിരുന്നു, അതായത് എഫ്ഒഎൻസിയുടെ റീസൺ കൊണ്ടാണല്ലോ ഇത് നല്ലൊരു മൂവ്മെന്റ് കിട്ടിയത്. ആ ഒരു ന്യൂസ് ബേസ്ഡ് ആയത് കാരണം ഇത് റിസ്കി സെറ്റപ്പാണ്. ബട്ട് ഈ ഒരു ഏരിയയിൽ ആ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ഇങ്ങനെ ഈ സോൺ മൊത്തം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു സോണിനെ ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. ബട്ട് സ്റ്റിൽ ഈ ഒരു ലെവലിൽ ഒരു ഇൻഡ്യൂസ്മെന്റ് തന്ന് ഓക്കെ നേരെ അത് ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്ത് നേരെ ഇത് ഇൻഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു പ്രൂഫൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു ലെവലിൻ്റെ അടിയിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്തിരിക്കാനും പറ്റില്ല. നമ്മൾ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഇടാൻ ഇതിൻ്റെ തൊട്ട് താഴെ. പക്ഷേ ആ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ ബിയറിഷ് ആയിട്ട് വന്നു, അതിനുശേഷം ഇവിടെ സൈഡ് വേസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടോ നോക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഈ ഒരു സോൺ കവർ ചെയ്യാതെ അവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കണ്ട് തിരിച്ചു കയറാൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു ഹാഫ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. നമുക്ക് റിസ്ക് റിവാർഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ആസ് പെർ ദിസ് ഈ ഒരു ലെവലിൽ ഒരു ട്രേഡ് കിട്ടാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് 1:3. ഓക്കെ, ചെറിയൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ച് വേണമെങ്കിൽ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ കാണുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ ഒരു റിജക്ഷൻസ് വരണം. അതായത് ഫുൾ ബോഡി ക്യാൻഡിൽസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ സേഫ് ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിരിക്കാൻ വീക്കെൻഡാണ്. ഓക്കെ, അപ്പോൾ ഒരു അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. നമ്മുടെ അനാലിസിസ് ഇതായിരുന്നു. ഇവിടെ നമുക്കൊരു എൻട്രി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ വരെയാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞ ആ ഒരു ലെവല് അവിടെ ഇൻഡ്യൂസ് ചെയ്തു. ഞാൻ കറക്റ്റ് ആ ഒരു ലെവല് ഇവിടെ വരച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായി. താഴെ വരാം ഇൻഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് ആണെന്ന് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു എൻട്രി ഇതായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിലുള്ള ട്രേഡ് ആയിരുന്നു. പക്ഷെ ആ ഒരു ലെവലിൽ നമുക്ക് ട്രേഡ് എത്തിയിട്ടില്ല. അത് നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിയിട്ടില്ല. ഇവിടെയാണ് നമുക്കൊരു ട്രേഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ഒരു ലെവൽ ഞാനിവിടെ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഈ ഒരു ലെവലും ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെന്റിൽ ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ വന്നപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്കപ്പോൾ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇത് ഈ ഒരു ലെവലിൽ വന്നു, വീണ്ടും ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തു, വീണ്ടും ആ ഒരു ലെവലിൽ പിന്നെയും ടച്ച് ചെയ്തു. അടുത്ത ടച്ചിൽ ഞാനിവിടെ എക്സിറ്റ് അടിച്ചു. ഓക്കെ, അതായത് നമ്മളെ ടോട്ടൽ 1:3 ആണ്. ഓക്കെ, ടോട്ടൽ 1:3. ഇവിടെ നമുക്ക് എത്ര ടാർഗറ്റ് കിട്ടി? 1:2.6. ഓക്കെ, അപ്പോൾ 1:3. അതിൻ്റെ റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് ഒരു എക്സിറ്റ്, അതായത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്യേണ്ട ഒരു റീസൺ മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഒരു ലെവലിൽ വന്നു, വിക്ക് റിജക്ഷൻ ആയിട്ട് തിരിച്ചു വന്നു, വീണ്ടും ആ ഒരു ലെവലിലേക്ക് വന്നു, വിക്ക് റിജക്ഷൻ ആയിട്ട് തിരിച്ചു വന്നു, വീണ്ടും ആ ഒരു ലെവലിൽ വരാണ്. ഓക്കെ, അതിന് വേറൊരു കാരണം കൂടി, നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, സോറി, ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം, നമുക്കൊരു ലിക്വിഡിറ്റി സോൺ എന്നും പറയാം, ഈ ഒരു സോൺ. ഓക്കെ, അപ്പൊ ആ ഒരു സോണിലാണ് നമ്മൾ ടാർഗറ്റ് ഏകദേശം ചെറിയൊരു പോയിന്റും കൂടി ഇവിടെ നിന്നുള്ളത്. അതായത് 360 ആണ് ഇത് വന്ന ഹൈ. നമ്മൾ ടാർഗറ്റ് വരുമ്പോൾ 366, അതായത് ഒരു 6 പോയിന്റ്, വെറും ഒരു 6 പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലില് അത് മൾട്ടിപ്ലൈറ്റ് റിജക്ഷൻ അടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഈ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു സോൺ. ഓക്കെ, ഇത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്, അതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റിയും കൂടിയാണ്.
അപ്പൊ ആ ഒരു ലെവലിൽ മൾട്ടിപ്പിൾ റിജക്ഷൻസ്, അതായത് ഒരെണ്ണം വന്നു അതിനുശേഷം താഴെ വന്നു വീണ്ടും ഒരു റിജക്ഷൻ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം നോക്കി നമുക്കൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ പോലെ നമുക്കിവിടെ മനസ്സിലാവും. ഡബിൾ ടോപ്പ്. ഓക്കെ, എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ടാ ഇവിടെ വന്നു, ടച്ച് ചെയ്തു, താഴെ വന്നു, വീണ്ടും തിരിച്ചു വരാണ്. ഓക്കെ, ഡബിൾ ടോപ്പ്. ഓക്കെ, ഡബിൾ ടോപ്പ് കൺഫേം ആവുക ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്താലാണ്. പക്ഷെ വീണ്ടും ആ ഒരു ലെവലിൽ വന്നപ്പോൾ നമുക്കവിടെ ഒരു എക്സിറ്റ് പ്ലാൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ മൾട്ടിപ്പിൾ ഓർഡർ ബ്ലോക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്നൊക്കെ. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്കും അതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റിയുടെ സോണിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എവിടെ എക്സിറ്റ് ചെയ്യും? നമ്മുടെ മൂവിങ് ആവറേജ് ഉണ്ട് ഇവിടെ. ആ ഒരു മൂവിങ് ആവറേജ് എപ്പോഴാണോ ക്ലോസ് ആവുന്നത്, ആ മൂവിങ് ആവറേജിന്റെ താഴെ എപ്പോഴാണോ ക്ലോസ് ആവുന്നത്, ഈ ഒരു ലെവലിൽ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 1.184, അതായത് 1:1 അടുത്ത് നമുക്ക് ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് ഇവിടെ എക്സിറ്റ് ചെയ്യാം. നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്താണ് മേജറായിട്ട് നമ്മൾ നോക്കുന്നത് സെൽ സൈഡ് എൻട്രിയാണ്. അതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ഒരു ബൈ സൈഡിലേക്കുള്ള ഒരു ലിക്വിഡ് ഒരു സപ്പോർട്ട് സോൺ കിട്ടിയതും അവിടെ ഇൻഡ്യൂസ്മെന്റ് കിട്ടിയതും. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. നമ്മൾ ഓൾറെഡി എൻട്രി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഓൾറെഡി 5:40. ഓക്കെ, ഇനി നാളെ എന്തായാലും ഒരു ഗ്യാപ്പ്, ഇന്ന് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്താലും നാളെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ അനാലിസിസ് എല്ലാം ഇൻവാലിഡ് അല്ല, അതായത് ഇൻവാലിഡ് ആയി പോകും. പക്ഷെ വലിയൊരു ഗ്യാപ്പില്ലാണ്ട് ഞാനൊരു ഇത് ജസ്റ്റ് ഒരു അനാലിസിസ് ആണ്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പിലൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിവിടെ നിന്നൊരു ചെറിയൊരു ഫൈറ്റ് ഒക്കെ നടത്തി വീണ്ടും ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെല് ചെയ്ത ഒരു ടാർഗറ്റ് നമുക്ക് മിനിമം ഈ ഒരു ടാർഗറ്റിൽ നമുക്ക് എന്തായാലും ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ നാളത്തെ മാർക്കറ്റിന്റെ ഓപ്പണിങ് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം ഒരു ലെവലൊക്കെ തന്നെയാണ്. ഇന്ന് മൊത്തത്തിൽ മാർക്കറ്റ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫല്ല, ഫസ്റ്റത്തെ ഒരു ഒരു മണിക്കൂർ അടുത്താണ് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നോക്കിയാൽ ഫുള്ള് ചോപ്പി ക്യാൻഡിൽസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നമുക്ക് ചെറിയൊരു മൂവ്മെന്റും കിട്ടി. അതും വലിയൊരു മൂവ്മെന്റ് അല്ല, ആദ്യം സ്റ്റാർട്ടിങ് പോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.